പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേൾക്കുന്ന മക്കളെ, എല്ലാവരും ഈ കേൾക്കുന്ന വചനം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കർത്താവിൻ്റെ തിരുവചന പ്രഘോഷണത്തിൽ പങ്കുകാരാകണമേ. നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. ഈ മകനെ എന്ന് നമ്മെ ഓരോരുത്തരെയും വിളിച്ചതാരാ? ഇന്ന് തിരുസഭയിലെ ഓരോ മക്കളെയും നോക്കിക്കൊണ്ട് മകനെ, മകളെ എന്ന് വിളിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവ് തന്നെയാണ്. നമ്മുടെ കർത്താവ് പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ മക്കളോട് പറയുന്നൊരു കാര്യമാണ്, എൻ്റെ പൊന്നു മക്കളെ, പൊന്നു മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക എന്ന് മകനോട് പറയുന്ന ഒരു പിതാവ്, സ്നേഹനിധിയായ പിതാവ്. ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹമാകുന്ന ദൈവം പരിശുദ്ധ ത്രിത്വം സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ ആ ഒന്നായി നിന്നുകൊണ്ട് സ്നേഹം തന്നെയാകുന്ന ദൈവം ദൈവമക്കളെ നോക്കിക്കൊണ്ട് പറയണം, മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. ഇന്ന് പല കുടുംബങ്ങളിലും പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുവാൻ മക്കളടുത്തില്ല. പകരം ഏതെങ്കിലും ഹോം നേഴ്സ് ആയിരിക്കും പിതാവിനെ പരിചരിക്കുവാൻ വേണ്ടി, അല്ലെ മാതാവിനെയും പിതാവിനെയൊക്കെ പരിചരിക്കുവാൻ വേണ്ടി കുടുംബത്തിൽ നിർത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അവർ നല്ല രീതിയിൽ നോക്കുന്നുണ്ടാകും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ ഈ മക്കൾ വിദേശത്ത് ജോലിയിലാകാം, അല്ലെങ്കിൽ സ്വദേശത്ത് നല്ല ജോലിയിലാകാം. എങ്കിലും ഈ പറയപ്പെട്ട മക്കളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുടുംബത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ പലപ്പോഴും അവർക്ക് ഭാരമായി മാറ്റപ്പെടും. അങ്ങനെ ഭാരമായി മാറ്റപ്പെട്ടാലും പറയുകയാണ്, മക്കളെ, നിങ്ങൾ അവരെ സഹായിക്കണം. കാരണം ഇന്ന് മക്കളെ സംബന്ധിച്ച് മാതാപിതാക്കൾ ഭാരമാണ്. എന്നാൽ ഒരു കാലഘട്ടം മുമ്പ് നമ്മൾ മലർക്കടപ്പയിൽ കിടന്ന സമയത്ത് ഭക്ഷണം പോലും കഴിക്കാതെ സന്തോഷത്തോടുകൂടെ മക്കളെ വളർത്തിയ ഒരു മാതാപിതാക്കളുണ്ട്. അവരുടെ ഒരു കാലഘട്ടമുണ്ട്. അന്നവർക്കത് ഭാരമില്ലായിരുന്നു. അന്ന് മക്കളെ കയ്യിൽ കിട്ടിയപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു. എന്നാൽ ഇന്ന് മക്കളെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യത്തിലേക്ക് കടന്നു വരുന്ന മാതാപിതാക്കൾ പലപ്പോഴും മക്കൾക്ക് ഭാരമായി മാറ്റപ്പെടുന്നു. അവരെ ഒന്ന് സഹായിക്കുവാനോ നല്ല വാക്ക് പറയുവാനോ പോലും സാധിക്കാത്ത മക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിൽ മക്കളുടെ ഒരു നല്ല വാക്ക് കേൾക്കുവാൻ വേണ്ടി കൊതിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കളെ തൊഴിച്ച് മാറ്റി നിർത്തിയേച്ച് സമ്പാദിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചേക്കുന്ന അനേകം മക്കളും നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അവരുടെയൊക്കെ അവസ്ഥ എന്തായി മാറ്റപ്പെടും? അതുകൊണ്ടാണ് ഇന്ന് സഭയിൽ അനേകം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ പല മേഖലകളിലും 2-3 വീടും സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ താമസിക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നീ നിൻ്റെ അപ്പനെ ബഹുമാനിക്കണം, നീ നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന്, അവരെ വാർദ്ധക്യത്തിൽ സഹായിക്കണമെന്ന്. ഇന്ന് വാർദ്ധക്യത്തിൽ മക്കളുടെ സഹായം കിട്ടാതെ കൊണ്ട് കിടക്കുന്ന അനേകം മാതാപിതാക്കൾ അനേകം ആതുരാലയങ്ങളിലും അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമുകളിലുമെല്ലാം കഴിയുന്നുണ്ട്. പക്ഷേ സ്വന്തം മാതാപിതാക്കളെ പോലെ നോക്കുന്ന നേതൃത്വനിരയും അവിടെയുണ്ട്. സ്വന്തം മാതാപിതാക്കളെ നോക്കുന്നത് പോലെ ഈ മാതാപിതാക്കളെ നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണമേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വാർദ്ധക്യത്തിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സഹായിച്ചിട്ടുണ്ടോ? തുടർന്ന് പറയുകയാണ്, മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. കാരണം അമ്മമാർ പലപ്പോഴും ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, നിന്നെ വളർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുവിടാ, ഇങ്ങനെ ചെയ്തുവിടാ, അങ്ങനെ പട്ടിണി കിടന്നടാ, ഇങ്ങനെ പട്ടിണി കിടന്നുവിടാ എന്നൊക്കെ അമ്മമാർ പറയും. പക്ഷെ അപ്പന്മാരൊരിക്കലും പറയാറില്ല.
അപ്പന്മാർ പകലന്തിയോളം കൂലിപ്പണിക്ക് പോയും മറ്റു പണികൾക്ക് പോയും, ഇപ്പം കൂലിപ്പണിക്ക് പോയി എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും, ഓ അതങ്ങനെ കൂലിപ്പണിക്കാരായിട്ടുള്ള വ്യക്തികളല്ലേ. പ്രിയ സഹോദരങ്ങളെ, താങ്കൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിച്ചോ? താങ്കൾ ചെയ്യുന്നത് ഒരു കൂലിപ്പണിയാണ്. താങ്കൾ പ്രതിഫലം വാങ്ങുന്നുണ്ടെങ്കിൽ താങ്കൾ ചെയ്യുന്നത് കൂലിപ്പണിയാണ്. പ്രതിഫലം വാങ്ങുന്നില്ലെങ്കിൽ അത് സൗജന്യമാണ്. താങ്കൾ പ്രതിഫലം വാങ്ങുന്നുണ്ടെങ്കിൽ താങ്കൾ ഒരു കൂലി തന്നെയാണ്. അത്ര ഉന്നതനായ ഉദ്യോഗസ്ഥനായിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, പ്രതിഫലം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോ കൂലികളാണ്. താഴെയുള്ള കൂലിപ്പണിക്കാരൻ്റെ കാര്യം പറയുമ്പോൾ മാത്രമാണ്, കൂലിപ്പണി എന്ന് പറയുമ്പോൾ താഴെ വല്ല പറമ്പിപ്പണിയോ അല്ലെങ്കിൽ തോട്ടിപ്പണി ചെയ്യുകയോ മറ്റുള്ള താഴെയുള്ള പണികൾ ചെയ്യുന്നവരാണ് കൂലിപ്പണിക്കാരായിട്ട് കാണുകയുള്ളൂ. ഇന്ന് പലപ്പോഴും നല്ല ഷർട്ടും ഒക്കെ ഇട്ട് കണ്ണടയൊക്കെ ധരിച്ച് നല്ല ചെത്തിമിനിക്ക് പോകുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, അല്ലെങ്കിൽ മാസാമാസം 1.5 ലക്ഷവും 2 ലക്ഷം രൂപയൊക്കെ ശമ്പളവും കിമ്പളവും ഒക്കെ മേടിച്ചു കൂട്ടുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, ഈ ശമ്പളവും കിമ്പളവും ഒക്കെ കയ്യിലേക്ക് വരുന്നത് ഇവിടെ കൂലിപ്പണി ചെയ്യുന്ന കൂലിപ്പണിക്കാരൻ്റെ വിയർപ്പാണ്. ഇവിടെ ഭിക്ഷ എടുത്ത് നടക്കുന്ന ഭിക്ഷക്കാരൻ്റെ പോലും ടാക്സ് വരെ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയായിട്ട് കടന്നു വരുന്ന ടാക്സാണ് മാസാമാസം 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷമൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നത്. അന്നേരം അത് മേടിക്കുമ്പോഴൊന്നും മനസ്സിലാക്കണമേ, ഞാനൊരു കൂലിയാണ്. അങ്ങനെ ആ കൂലിപ്പണിക്കാരന് ആണെങ്കിൽ ആയിക്കോട്ടെ, നീ നിൻ്റെ മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടാക്കരുത്, നിന്നെ ഓർത്തവർ ദുഃഖിക്കരുത്, നിന്നെ വളർത്തിയ നിൻ്റെ മാതാപിതാക്കൾ നിന്നെ ഓർത്ത് ദുഃഖിക്കുവാനായിട്ട് ഇടവരരുത്. ഇന്ന് പല കുടുംബങ്ങളിലും ഞാൻ എൻ്റെ മക്കളെ വളർത്തി വലുതാക്കി, ഇന്ന് എനിക്കൊരു വാക്ക് പറയുവാനോ എന്നെ സഹായിക്കുവാനോ ആരുമില്ലാത്ത അവസ്ഥയിൽ ദുഃഖത്തിൽ കഴിയുന്ന അനേകം മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ കുറവുകളെയൊക്കെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അവിടുന്ന് ഞങ്ങളോട് പറയുകയായിരുന്നല്ലോ, മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കണമെന്നും മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുതെന്ന്. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ മുഖാന്തരം മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടായപ്പോൾ അത് അനുഗ്രഹത്തിന് പകരം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തകർച്ചകളായി, ദുരിതങ്ങളായി, ശാപമായി, കയ്പായി മാറിയിട്ടുണ്ടെങ്കിൽ കർത്താവേ, അവിടുത്തെ കരങ്ങൾ തൊട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. സ്വർഗം തുറന്ന് അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ട കർത്താവേ, അങ്ങേക്ക് ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.